വിലപ്പെട്ട സമ്മാനത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ് ഒരു നല്ല വാക്ക്. സമ്മാനങ്ങൾ നൽകുന്ന സന്തോഷം ഒരു നിമിഷം മാത്രമേ നിലനിൽക്കൂ. എന്നാൽ ഒരു നല്ല വാക്കിന് ജീവിതകാലം മുഴുവൻ സന്തോഷം നിലനിർത്താൻ കഴിയും. വേദനകൾ മാത്രം നൽകുന്ന ബന്ധങ്ങളേക്കാൾ നല്ലത് ആരുമായും ഒരു ബന്ധവും ഇല്ലാതെ തനിയെ ജീവിക്കുന്നതാണ്. ക്ഷമിക്കുക എന്നത് ഒരാളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതികാരമാണ്. കാരണം ആ പ്രതികാരം അവർ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും. ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പഠിക്കുക. അതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നിനു മുൻപിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത്. ഒന്നും പൂർണ്ണമല്ല. എവിടെയൊക്കെയോ ചില പോറലുകൾ ജീവിതമാകെ കുഴഞ്ഞുമറിഞ്ഞ് കിടക്കുന്നു. ബന്ധങ്ങൾ പലപ്പോഴും സങ്കീർണമാകുന്നു. നിരന്തര ഫലങ്ങൾ അനിശ്ചിതത്തിലും യുക്തിപരമായി ചിന്തിക്കാൻ അറിയാത്ത കുറേ ആളുകളും. അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്ന് ഒന്നും നേടാൻ കഴിയില്ല എന്നതാണ്. നിങ്ങളുടെ സാന്നിധ്യം വിലമതിക്കാത്ത ആളുകൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഏറ്റവും നല്ല സമ്മാനം നിങ്ങളുടെ അസാന്നിധ്യം മാത്രമാണ്. മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. ചിലർ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും. അത് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ആരുമല്ലാതാകും. മനുഷ്യർ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അവരവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് മാത്രമേ ഇഷ്ടപ്പെടുകയും ഉള്ളൂ. കാപ്പി ഉണ്ടാക്കാൻ അറിയാത്ത ആൾ കാപ്പി ഉണ്ടാക്കിയാൽ കടുപ്പം കൂടിയതും കുറഞ്ഞതും ഒക്കെ വരും. ഒരു ദിവസം അത് ശരിയാകും. അതുപോലെയാണ് ജീവിതവും. കുറേ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും. എന്നിട്ടും നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. രഹസ്യമായി നീ ചെയ്തു കൂട്ടുന്ന തെറ്റുകളെല്ലാം നാളെ നിന്റെ വിധി പറയുന്ന വിധികർത്താവിനെ തന്നെ സാക്ഷിയാണെന്ന് ഓർക്കുക. അവനെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെയല്ല. എന്നാൽ നമുക്കെല്ലാവർക്കും കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരുപോലെയാണ്. ചില ദുഃഖങ്ങൾ സ്വകാര്യതകളാണ്. പങ്കുവച്ചാൽ വില കുറഞ്ഞു പോയേക്കാവുന്ന അവനവൻ്റെ മാത്രം സ്വകാര്യത. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.